ഓഫീസിന്റെ സമയം കഴിഞ്ഞും ഓഫീസിൽ ഇരുന്ന് ജോലി എടുക്കണമെന്ന് പറയുന്ന ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാട് മാനേജേഴ്സിനെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം വർക്ക് ലൈഫ് ബാലൻസിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ട് വരികയാണ്. അതായത് ചില കമ്പനികൾ അവരുടെ എംപ്ലോയീസിനെ പറയുന്നത് 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം എപ്പോഴാണ് അവരുടെ ഓഫീസ് കഴിയുന്നത് അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഇമെയിലുകൾക്ക് റിപ്ലൈ കൊടുക്കുക, ഓഫീസിലെ വർക്ക് ചെയ്യുന്നതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നു എന്ന് വെച്ചാൽ അവര് അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണെന്നാണ് കമ്പനി പറയുന്നത്. റിപ്പോർട്ട് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അവരെ അഭിനന്ദിക്കാൻ പാടില്ല, മറിച്ച് അവരുടെ കഴിവുകേടിനെയാണ് കാണിക്കുന്നത്. കൃത്യസമയത്തിനുള്ളിൽ അവർക്ക് പറഞ്ഞിട്ടുള്ള ആ ജോലി തീർക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആ എക്സ്റ്റൻഷൻ വരുന്നത്, ടൈം ഓവർ ടൈമിലേക്ക് പോകുന്നത്. പിന്നെ അക്ഷയ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ കൂടുതൽ സമയം വർക്ക് ചെയ്യാനായിട്ട് പറയുന്നു എംപ്ലോയേഴ്സ്, അത് ഡയറക്റ്റ് ആയിട്ട് പോലും ഇവർ പറയുന്നില്ല. അതായത് ഇപ്പൊ കറക്റ്റ് 6 മണിക്കാണ് നമ്മൾ ജോലി തീർക്കുന്നതെന്ന് വെക്കാം, 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. 6 മണിക്ക് ഇറങ്ങുമ്പോ ഒരു കളിയാക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്താ ഹാഫ് ഡേ ആണോ, എന്തിനാ നേരത്തെ പോകുന്നത്, അതായത് 6 മണി വരെയാണ് എന്റെ ഡ്യൂട്ടി പോകുവാണോ, എക്സാക്ട്ലി അങ്ങനെയൊക്കെ തന്നെ ഇൻഡയറക്ട്ലി ചോദിക്കുന്നതിലൂടെയും ഇവർ ഇംപ്ലൈ ചെയ്യുന്ന കാര്യം ഇതാണ്. അതായത് ലോങ്ങർ അവേഴ്സ് ഇസ് ഈക്വൽ ടു ബെറ്റർ എംപ്ലോയി എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഒരു കൺസെപ്ച്വൽ പരിപാടി അതിനപ്പുറത്തേക്ക് തന്നെ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട, ശരി ഓഫ് കോഴ്സ് നിങ്ങളിപ്പം വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും എന്നുള്ളതിനപ്പുറത്തേക്ക് വരുന്ന ഇമെയിൽസ് നോക്കാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ്ലി നമുക്ക് ഇതിൽ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ. ഈവൻ ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദ വർക്ക് അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മളിപ്പോ ഈ 21st സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ്. യുവർ വർക്ക് നെവർ ഡിഫൈൻസ് യു. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പരിച്ഛേദം മാത്രമാണ് തൊഴിലെന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുന്നുള്ളത് വെച്ചിട്ട് നമ്മളെ അളക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ തൊഴിലിന് വേണ്ടിയിട്ട് ഈവൻ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, അതായത് ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ഒരു തൊഴിലാളി ഒരു മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ ആബ്സെൻസിൽ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടി പുതിയൊരു എംപ്ലോയി എന്തായാലും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ആബ്സെൻസ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും ഒരു പൊസിഷൻസ് ഉണ്ട് അല്ലെ, ഒരു ബ്രദർ, ഒരു അച്ഛൻ, ഒരു ഭർത്താവ്, ഇതൊന്നും ഒരിക്കലും നമുക്ക് പകരം മറ്റൊരാൾ വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അല്ല, പലപ്പോഴും നമ്മൾ പല കോർപ്പറേറ്റിലൊക്കെ കാണുന്നത്, നമ്മളിപ്പം ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആ സമയത്ത് ഒരു വർക്ക് കൊടുക്കുക, എന്നിട്ട് അവർ ഒരു അടുത്ത 1/2 മണിക്കൂർ 3/4 മണിക്കൂറോട് ഇരിക്കുക എന്നുള്ള ഒരു ചില സ്ഥിതി വിശേഷങ്ങൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഇതില്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആരോഗ്യത്തിനെ പല രീതിയിൽ അത് ബാധിക്കും. ഇവര് അതിനെ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒരു ഇമെയിലിൽ റിപ്ലൈ കൊടുക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ 6 മണിക്കൊക്കെ ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിന് ശേഷം നിങ്ങൾ റിപ്ലൈ കൊടുക്കും, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതായിരിക്കും അതിനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അയക്കുന്ന മെയിലുകൾ മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ എടുത്തേക്കുന്ന കൊട്ടേഷൻസ് എല്ലാം കൂടെ ആയിരിക്കും നിങ്ങളുടെ ഏതൊരു സപ്ലയറിനോ അല്ലെങ്കിൽ ഫൈനൽ ഡീൽ ചെയ്യുന്ന ആൾക്ക് സെൻഡ് ചെയ്ത്, അങ്ങനെ ഒരുപാട് പിഴവുകൾ വരാൻ സാധ്യത. നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റാനുള്ള സാധ്യതകളുണ്ട്, ഫോക്കസ്. കാരണം മെന്റലി ഫെറ്റീഗ്ഡ് ആണ്, അത്രയും മണിക്കൂർ പണിയെടുത്തതിന് ശേഷമുള്ള ഒരു ഫെറ്റീഗ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഈ ഇമെയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ ഞാൻ റീസെന്റ് UK-ലുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് എനിക്ക് മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻസ് ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആ ലേഡി, അവിടുത്തെ ആ മെയിൻ ആള്, മൈ പേഴ്സൺ ഓഫ് കോൺടാക്ട് അവരാണ്. അപ്പൊ അവർ എനിക്ക് ഇമെയിൽ അയക്കുമ്പോൾ ഇമെയിലിന്റെ അവസാനം ഒരു മാൻഡേറ്ററി ആയിട്ട് ഇവർ ഉൾപ്പെടുത്തുന്ന ഒരു സെന്റൻസ് ഉണ്ട്. പണ്ടത്തെ ഇമെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രിന്റ് ഓൺലി ഇഫ് നെസസറി, അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈനാണ്, I might respond to I might send an email when it's convenient to me. I do not expect a reply from you out of your working hours. Please reply at your convenience. അങ്ങനെയാണ്. അതായത് അവർക്ക് സൗകര്യമുള്ള സമയത്ത് അവർ ഇമെയിൽ അയക്കുന്നു, നമുക്ക് സൗകര്യമുള്ള സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. സത്യമാണ്. അല്ല അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണമെന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജോലി ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ജോലി മാത്രം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി യൂറോപ്പിനെ നോക്കുമല്ലോ, യൂറോപ്പിൽ ഇപ്പൊ മാറി വരുന്ന ഏറ്റവും വലിയ ട്രെൻഡ് തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസിനോട് സംബന്ധിച്ച് ജർമ്മനിയിൽ ഇപ്പൊ ഈ അടുത്ത് നടന്ന വലിയൊരു വിപ്ലവകരമായിട്ടൊരു മാറ്റം. ഒരു വർഷത്തെ വർക്കിംഗ് ഡേയ്സ് 178 ദിവസമായിട്ട് അവർ റീസ്കെഡ്യൂൾ ചെയ്യും. അപ്പൊ 178 ദിവസം ഒരു വർഷം വർക്ക് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാസം നമ്മളെ ഓൾമോസ്റ്റ് 14-15 ദിവസങ്ങൾ വർക്ക് ചെയ്തത്. ഇത് ആനുവൽ ലീവ് എടുക്കാത്തവർക്ക് ഇപ്പൊ നമ്മൾ ആനുവൽ ലീവ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് ദിവസം ഇപ്പൊ 16-17 ദിവസം വർക്ക് ചെയ്യേണ്ടി വരും സോഫാർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാഴ്ചയിൽ മാക്സിമം 3-4 ദിവസം വരെ ഒരു എംപ്ലോയി വർക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ലോകം ഇത്തരത്തിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ 8 മണിക്കൂർ ജോലി സമയം എന്നുള്ളത് 7 മണിക്കൂർ 6 മണിക്കൂർ ആക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സബേഷ്യൻ കൺട്രീസ് എന്നുള്ളവരാണ് ഈ ഒരു എന്താ പറയുന്നത് സോ കോൾഡ് അടിമ സമ്പ്രദായം, കോർപ്പറേറ്റ് അടിമകൾ എന്നാണ് ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏഷ്യൻ വർക്ക് കൾച്ചർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൂടുതലും പ്രായമുള്ളവരില്ല, കുറെ നാൾ പ്രായമുള്ള ഈ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തവർക്കാണ് ഇത് കാണുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ
അത് നമ്മളോട് പറയാവുന്നതാണ്. അത് മാത്രമല്ല തീർച്ചയായിട്ടും. നമ്മൾക്കിപ്പോ ഈ ഒരു നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കമന്റ്സ് തീർച്ചയായും യെസ്